അസ്സലാമു അലൈക്കും. ഇതൊരു കഥയല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ചുറ്റിലും ഉണ്ടാകാം ഇങ്ങനെ സങ്കടം അനുഭവിക്കുന്ന ആളുകൾ. ഇന്നലെ ഞാൻ കാലിക്കറ്റ് മിംസ് ആശുപത്രിയിൽ ഒന്ന് രണ്ട് ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയതിന് ശേഷം ഞാനും എൻ്റെ സുഹൃത്തും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, ഒരു വാച്ച്മാൻ, ആ ബിൽഡിങ്ങിൻ്റെ വാച്ച്മാന് നിരന്തരം വെള്ളം കുടിച്ച് ഈ ഒരു വലിയ അതിശക്തമായ ചൂടിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ അവരുമായി കുശലാന്വേഷണം നടത്തിയ സമയത്ത് ആ മനുഷ്യൻ വിങ്ങിക്കൊണ്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സ് വല്ലാതെ വേദനിപ്പിച്ചു. 12,000 രൂപ ശമ്പളമെങ്കിലും 7,500 രൂപ വീട്ടിന് വാടക കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വരാനും പോകാനും ഏകദേശം ഒരു ദിവസം 60 രൂപ ചെലവ് വരും. അതിൽ തന്നെ അത്രയും തുകകൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വീട്ടിൻ്റെ കറണ്ട് ബില്ല്, മറ്റ് ചിലവുകൾ എല്ലാം നോക്കുമ്പോൾ ഒന്നും കയ്യിൽ ബാക്കിയുണ്ടാവില്ല. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ സുഖമില്ലാത്ത ഭാര്യയുടെ ഉമ്മയും ഭർത്താവ് ഉപേക്ഷിച്ച എൻ്റെ മകളും അതിൻ്റെ ചെറിയ കൊച്ചുമകളുമാണ് എൻ്റെ വീട്ടിലുള്ളത്. വാടക കൊടുത്തിട്ട് 3-4 മാസമായി. പള്ളി കമ്മിറ്റിയും ആളുകളൊക്കെ തരുന്ന ഭക്ഷണ കിറ്റ് കൊണ്ട് പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകുന്നു. പക്ഷേ എൻ്റെ മനസ്സ് വേദനിപ്പിച്ച ഒരു വാക്കെന്ന് പറഞ്ഞാൽ, ആ മനുഷ്യൻ കണ്ണ് നിറച്ച് എന്നോട് പറയുക, ഓരോ ദിവസവും ഞാൻ ജോലിക്ക് വരുമ്പോൾ എൻ്റെ മകളുടെ കൊച്ചുമകൾ ഓടി വന്ന് പറയും, ഇന്നൊരു മീനോ അതല്ലെങ്കിൽ ഇറച്ചിയോ കൊണ്ടുവരണം, എനിക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്. അത് ഞാൻ കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഇരിക്കും. കാരണം എൻ്റെ കയ്യിൽ അത് കൊണ്ടുകൊടുക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അത് പറയുമ്പോൾ ആ മനുഷ്യനിങ്ങനെ വിങ്ങിപ്പൊട്ടുക. ഞാനപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ഭക്ഷണം പലപ്പോഴും പട്ടിണിയാ, വെള്ളം കൊണ്ടാണ് എൻ്റെ വയറ് നിറക്കുന്നത്. ഞാൻ ഭക്ഷണം കൂടി എല്ലാ നേരവും കഴിച്ചാൽ പിന്നെ എനിക്ക് ചെലവിന് പോലും യാതൊരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയാവും. ആ മനുഷ്യൻ്റെ വലിയ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മനുഷ്യനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായവും നൽകി. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, എത്രയോ ആഡംബരമായി ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. ഭക്ഷണങ്ങൾ അളവിൽ കൂടുതൽ ഉണ്ടാക്കി കളയുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഹോട്ടലിൽ പോയി വലിയ രീതിയിൽ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റാതെ അതും വേസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതികൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു നേരം നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ, ഒരു നേരം നല്ലൊരു രുചിയുള്ള ഒരു ഭക്ഷണം പോലും കഴിക്കാൻ ഭാഗ്യമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മളെ ചുറ്റിലുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവർക്ക് നമ്മൾ ഒരു നേരത്തെ പട്ടിണി മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ അത് വലിയൊരു പുണ്യമായിരിക്കും. ശരിക്കും എനിക്ക് ഇന്നലെ വല്ലാത്ത സങ്കടം തോന്നി. കാരണം ഒരു മത്സ്യമോ ഒരു മാംസമോ ഒരുപാട് ദിവസമായി ആ കുഞ്ഞ് മോള് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത ആ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ ആ ഉപ്പയുടെ സങ്കടം, ആ നൊമ്പരം, ആ ഒരു കണ്ണുനീര് അതെൻ്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുത്തി. ഞാനിങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്, നിങ്ങളുടെ ചുറ്റിലും ഇങ്ങനെ വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. അവരെ വേദന എന്താണെന്നും അവരെ സങ്കടം എന്താണെന്നും ഒരല്പം സമയം ചിലവഴിച്ച് അവരോട് ചോദിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ അത് അവർക്ക് വലിയൊരു ആശ്വാസമാകും. താൽക്കാലികമായി ഒരു ആശ്വാസപരമായിട്ടുള്ള സഹായം ആ പ്രിയപ്പെട്ട കൂടപ്പിറപ്പിന് നൽകിയ സമയത്ത് ആ പ്രിയപ്പെട്ട കൂടപ്പിറപ്പ് എനിക്ക് നൽകിയ അളവില്ലാത്ത പ്രാർത്ഥന, അളവില്ലാത്ത വലിയ രീതിയിലുള്ള സ്നേഹം, അത് എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ടത് എനിക്കറിയില്ല.
എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ആ മനുഷ്യനെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള യാത്രകളിൽ നമ്മുടെ ചുറ്റിലും വേദനകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വേദന കാണാനും കേൾക്കാനും അവരുടെ മനസ്സറിയാനുമുള്ള ഒരു ചെറിയൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നമ്മൾ ആഡംബര ഹോട്ടലുകളിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഭക്ഷണങ്ങൾ നമ്മുടെ മക്കളൊക്കെ വലിയ രീതിയിൽ വേസ്റ്റാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം പോലും രുചിച്ചു നോക്കാൻ ഭാഗ്യമില്ലാതെ പട്ടിണി കിടക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ടെന്ന്. ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഹോട്ടലിൻ്റെ പുറത്തുള്ള വെയിലും ചൂടും മഴയും ഒന്നും വകവെക്കാതെ ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി വലിയ പ്രയാസം അനുഭവിക്കുന്ന ഇതുപോലുള്ള വാച്ച്മാൻമാർ പോലും ഉണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് എൻ്റെ മനസ്സിൻ്റെ ഒരു വേദന നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. എല്ലാവർക്കും എല്ലാവിധ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയുള്ള ഒരു കാരുണ്യ യാത്രയാണ് നമ്മുടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.